IPL ചരിത്രത്തിലെ റെക്കോർഡ് തുകയ്ക്കായിരുന്നു കമിൻസിന് ആദ്യം SRH വാങ്ങിയത്. 20 കോടിയാണ് കമിൻസിന് കൊടുത്തത്. എന്നാൽ ഇപ്പോൾ ആ ഒരു റെക്കോർഡ് വെട്ടിച്ചിരിക്കുകയാണ് KKR. മിച്ചൽ സ്റ്റാർക്കിനെ 24 കോടിക്കാണ് ഇപ്പോൾ KKR വാങ്ങിയിരിക്കുന്നത്. IPL ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന തുകയാണിത്. അപ്പോൾ IPL ഓപ്ഷനിൽ ഓരോ ടീമുകളും വാങ്ങിയ താരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഡാറി മിച്ചലിനെ CSK 14 കോടി കൊടുത്ത് വാങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ക്രിസ് വോക്സിനെ 4 കോടിക്ക് പഞ്ചാബ് വാങ്ങി. ഉമേഷ് യാദവിന് വാങ്ങിയത് ഗുജറാത്താണ് 5.8 കോടി. അതേസമയം തന്നെ അൽസാരി ജോസഫിനെ RCB 11 കോടി 50 ലക്ഷത്തിന് വാങ്ങിച്ചിരിക്കുകയാണ്. ഹേസിൽവുഡ് അൺസോൾഡായി. പക്ഷേ ഇന്ന് എല്ലാവരും ഞെട്ടിച്ചത് സ്റ്റാർക്കിന്റെ ലേലംവിളിയായിരുന്നു. സ്റ്റാർക്കിനെ കൊൽക്കത്ത 24 കോടി 75 ലക്ഷത്തിനാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത്രയും അധികം തുക സ്റ്റാർക്കിന് കിട്ടുമെന്ന് ആരും തന്നെ കരുതിയില്ല. 2008 മുതലുള്ള IPL ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന തുകയാണിത്. ഈ ഒരു റെക്കോർഡ് ഇനി അടുത്ത കാലത്തൊന്നും തന്നെ വെട്ടിക്കാൻ സാധ്യതയില്ല. സ്റ്റാർക്കിന് വേണ്ടി ഇന്ന് മുംബൈ രംഗത്തുണ്ടായിരുന്നു. എന്നാൽ 10 കോടി കഴിഞ്ഞപ്പോൾ മുംബൈ സ്റ്റാർക്കിനെ വിട്ടു. പിന്നീട് ഗുജറാത്തും കൊൽക്കത്തയുമാണ് സ്റ്റാർക്കിന് വേണ്ടി പോരാടിയത്. രണ്ട് ടീമും വാദിച്ചാണ് വിളിച്ചത്. എന്നാൽ ഒടുവിൽ കൊൽക്കത്ത 24 കോടിക്ക് സ്റ്റാർക്കിനെ വാങ്ങിയിരിക്കുകയാണ്. IPL ഓപ്ഷൻ അവിടെ ആവേശത്തോടു കൂടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. CSK ടീമിന് അത്യാവശ്യം നല്ല പ്ലേയേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. രവീന്ദ്രയെ 1 കോടി 50 ലക്ഷത്തിനാണ് CSK വാങ്ങിയത്. അത് ചെന്നൈക്ക് ലോട്ടറി തന്നെയാണ്. അതുപോലെ ഷർദുൽ താക്കൂറിനെയും ടീമിലേക്ക് തിരിച്ചെത്തിച്ചു. 4 കോടിക്കാണ് താക്കൂറിനെ CSK വാങ്ങിയത്. മുംബൈക്കും ഒരു നല്ല ബോളറെ കിട്ടിയിട്ടുണ്ട്. കോട്ടസിയെ 5 കോടിക്ക് മുംബൈ വാങ്ങി. രാജസ്ഥാനും മികച്ചൊരു താരത്തെ ലഭിച്ചു. റോമാൻ പവലിനെ 7 കോടിക്ക് വാങ്ങി. ഒരുവിധം എല്ലാ ടീമിനും നല്ല താരങ്ങളെ ലഭിച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ സെറ്റ് 3 മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും ഒരുപാട് താരങ്ങൾ വരാനുണ്ട്. എല്ലാ ടീമിന്റെ കയ്യിലും പേഴ്സിൽ ബാക്കി കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ. ഇനി ഓരോ ടീമുകളും ആരൊക്കെ എടുക്കുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. സ്റ്റാർക്ക് 24 കോടിക്കുള്ള താരമുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.